നമ്മൾ കഴിഞ്ഞ ദിവസം എടുത്ത ടോപ്പിക് എന്തായിരുന്നു ഓർക്കുന്നുണ്ടോ? എന്തായിരുന്നു കഴിഞ്ഞ ദിവസം എടുത്ത ടോപ്പിക്ക്? ഓഡിബിൾ അല്ലേ? എൻവയോൺമെന്റൽ മാനേജ്മെന്റ് സ്റ്റാൻഡേർഡ് ഓർക്കുന്നുണ്ടോ? EMS. എൻവയോൺമെന്റൽ മാനേജ്മെന്റ് സ്റ്റാൻഡേർഡ്സ് ആയിരുന്നു കഴിഞ്ഞ ദിവസം എടുത്ത ടോപ്പിക്. അതിന്റെ കണക്ഷൻ ആയിട്ട് വരുന്നതാണ് ഇന്ന് എടുക്കാൻ പോകുന്നത്. അതായത് ISO 14001 സ്റ്റാൻഡേർഡ്സ്. നിങ്ങൾ കേട്ടിട്ടുണ്ടാവും, നിങ്ങൾ ഓരോ പ്രോഡക്ട്സ് ഒക്കെ വാങ്ങുമ്പോൾ ISO സ്റ്റാൻഡേർഡ്, ISO മുദ്ര പതിച്ചതാണോ അങ്ങനെയൊക്കെ കേട്ടിട്ടില്ലേ? പല പ്രോഡക്ട്സിലും നമ്മൾ കണ്ടിട്ടുണ്ടാവല്ലോ. ആ ISO മാർക്കിന്റെ ആ ഒരു ടോപ്പിക്കാണ് ഇന്ന് എടുക്കുന്നത്. ഈ ISO 14000 സ്റ്റാൻഡേർഡ്സ് എന്ന് പറയുന്നതിന് പലതരത്തിലുണ്ട്. ഓക്കെ, ISO 14001 എന്ന് പറയുന്നത് എൻവയോൺമെന്റുമായിട്ട് റിലേറ്റ് ചെയ്തൊരു സ്റ്റാൻഡേർഡാണ്. ഇപ്പൊ ബാക്കിയുള്ള ISO മാർക്ക് നിങ്ങൾ പല ഇപ്പൊ PVC പൈപ്പ്സിൽ അങ്ങനെ പല പ്രോഡക്ട്സിലും കണ്ടിട്ടുണ്ടാവും ISO മാർക്കും. അതൊക്കെ ഈ ISO 14000 മാർക്സ് എന്ന് പറയുന്നത് 14001 സ്റ്റാൻഡേർഡ് എന്ന് ഉദ്ദേശിക്കുന്നത് അത് എൻവയോൺമെന്റൽ പൊല്യൂഷൻ കുറക്കുന്നതിനനുസരിച്ചിട്ടുള്ള മെറ്റീരിയൽ ആണോ, എൻവയോൺമെന്റൽ നെഗറ്റീവ് ഇമ്പാക്ട് ഇല്ലാത്ത മെറ്റീരിയൽ ആണോ എന്ന് നോക്കുന്ന ഒരു സ്റ്റാൻഡേർഡാണ് ISO 14001. ഇത് റിലേറ്റ് ചെയ്ത് ഇത് വന്നിരിക്കുന്നത് EMSന്റെ അണ്ടറിലാണ്. എൻവയോൺമെന്റൽ മാനേജ്മെന്റ് സ്റ്റാൻഡേർഡിന്റെ അണ്ടറിൽ നിന്നാണ് ഈ ഒരു ട്രേഡ് മാർക്ക് വന്നത്. ഓക്കെ, ഇനി അതിന്റെ ലോഗോ ആണ് ISO 14001 2015 ഫ്രെയിംവർക്ക് ആണ് നമുക്ക് സിലബസിൽ പഠിക്കാനുള്ളത്. ISO 14001 2015 ട്രേഡ് മാർക്ക് കേട്ടോ, അതിന്റെ ഫ്രെയിംവർക്ക് ആണ് പഠിക്കാനുള്ളത്. ഇതാണ് ISO 14001 2015 ലോഗോ. അതിന്റെ സർട്ടിഫിക്കേഷൻ കൊടുക്കുന്ന ലോഗോ ആണിത്. ഇനി ഈ ISO മാർക്കിംഗ് ISO സ്റ്റാൻഡേർഡ് സ്ക്രീൻ പ്രസന്റ് ആയില്ലേ? സോറി. ഇപ്പൊ ഓക്കെ ആണോ? ഓക്കെ, ഇതാണ് ISOന്റെ ലോഗോ. കാണുന്നുണ്ടല്ലോ? ISO 14001 2015 എന്ന് പറയുന്ന ഒരു സർട്ടിഫിക്കേഷൻ കൊടുക്കുക ഒരു പ്രൊഡക്റ്റിന്, ഒരു ഓർഗനൈസേഷനിലുള്ള പ്രൊഡക്റ്റിന് സർട്ടിഫിക്കറ്റ് കൊടുക്കുന്ന ഇതായിരുന്നു ആ സർട്ടിഫിക്കറ്റിന്റെ ലോഗോ. ഓക്കെ, ജസ്റ്റ് ഒന്ന് ഓർത്ത് വെക്കും, അത്രയേ ഉള്ളൂ. പിന്നെ ഉള്ളത് നമ്മൾ ഈ ISO സർട്ടിഫിക്കേഷൻ സ്റ്റാർട്ട് ചെയ്തത് 1992 ഓക്കെ, 1990 ഡിക്ലറേഷൻ ഓഫ് റിയോ ഡി ജനീറോ ഓൺ എൻവയോൺമെന്റൽ ആൻഡ് ഡെവലപ്മെന്റ്. എൻവയോൺമെന്റൽ ഡെവലപ്മെന്റിനനുസരിച്ചിട്ട് അത് ഓരോ ഇൻഡസ്ട്രിയിൽ എല്ലാ ഓർഗനൈസേഷനിൽ ഉണ്ടാകുന്ന പ്രൊഡക്റ്റ് എൻവയോൺമെന്റൽ ഡെവലപ്മെന്റിന് അവർ ബാധക ആവുന്നുണ്ടോ അതിനനുസരിച്ചിട്ടായിരുന്നു സർട്ടിഫിക്കേഷൻ നൽകിയത്. പിന്നെ 1993 അതിന്റെ അടുത്ത എഡിഷൻ വന്നു. കമ്മിറ്റി ഈസ് ക്രിയേറ്റഡ് ടു ഡെവലപ്പ് ISO 14000 ഫ്രെയിംവർക്ക്. 14000 ഫ്രെയിംവർക്ക് ആയിരുന്നു 1993 ഉണ്ടായിരുന്നത്. The European Commission developed EMAs. Then 1996 ISO publishes the first version of ISO 14001 1996. അപ്പോൾ ISO 14001 ഇത്രയും നാളും ഉണ്ടായിരുന്നത് 93 92 ISO 14000 ആയിരുന്നു. അതിന്റെ ഫ്രെയിംവർക്കിന്റെ സ്റ്റാൻഡേർഡിന്റെ കോഡ് എന്ന് പറയുന്നത് ISO 14000 ആയിരുന്നു. 96 14001 എസ്റ്റാബ്ലിഷ് ചെയ്തത്. ഓക്കെ, 1996. Then 2004 ISO updates the environmental management system to ISO 14001 2004 revision. Then ഇപ്പോൾ ലേറ്റസ്റ്റ് ആയിട്ടുള്ളത് ISO updates the environmental management system to ISO 14001 2015 revision. ഓക്കെ, അതാണ് നമുക്ക് പഠിക്കാനുള്ളത്. ISO 14001 2015 സ്റ്റാൻഡേർഡാണ് നമുക്ക് സിലബസിലുള്ളത്. ഓക്കെ, ബാക്കിയെല്ലാം ജസ്റ്റ് അതിന്റെ ഹിസ്റ്ററി ഒന്ന് പറഞ്ഞോന്നുള്ളൂ. ഓവർവ്യൂ ഓഫ് ദി സ്റ്റാൻഡേർഡ്. പിന്നെ ഇനി ISOന്റെ ഫുൾ നെയിം ആണ്, എക്സ്പാൻഷൻ ആണ്, ഇന്റർനാഷണൽ ഓർഗനൈസേഷൻ ഫോർ സ്റ്റാൻഡേർഡൈസേഷൻ ഓർ ഇന്റർനാഷണൽ സ്റ്റാൻഡേർഡൈസേഷൻ ഓർഗനൈസേഷൻ എന്ന് പറയും.
International Standard of Organization. Okay, ISO or International Organization for Standardization. Okay, ISO 14000 is a series of standards describing the requirements for establishing and maintaining an EMS in an organization. From ISO mark, ISO standard, ഒരു ഓർഗനൈസേഷൻ ISO സ്റ്റാൻഡേർഡ് എപ്പോഴാണ് കിട്ടുക? എങ്ങനെയാണ് ഒരു ഇൻഡസ്ട്രിയിലുള്ള ഒരു ഓർഗനൈസേഷനിലെ ഒരു പ്രൊഡക്റ്റിന് ISO മാർക്ക് കിട്ടുക? ISO 14000 സ്റ്റാൻഡേർഡ് അവർ ഏൺ ചെയ്യുക എങ്ങനെയാണ്? എൻവയോൺമെന്റുമായിട്ടുള്ള അതെ എൻവയോൺമെന്റ് ഫ്രണ്ട്ലി ആയിരിക്കണം അല്ലെ. മെയിൻറ്റെയിനിങ് ആൻഡ് EMS ഇൻ ആൻ ഓർഗനൈസേഷൻ, എൻവയോൺമെന്റൽ മാനേജ്മെന്റ് സ്റ്റാൻഡേർഡ്സ് മെയിൻറ്റെയിൻ ചെയ്യുന്ന ഒരു കമ്പനിക്ക് മാത്രമേ ഇങ്ങനെ ഒരു സ്റ്റാൻഡേർഡ് ഏൺ ചെയ്യാൻ പറ്റുള്ളൂ. ഓക്കെ, then an environmental management system is that facet of an organization's overall management structure that addresses the immediate and long-term impact of your company's product, services and process on the environment. അപ്പോൾ നമ്മളൊരു പ്രൊഡക്റ്റ് ഉണ്ടാക്കുന്ന ഒരു ഓർഗനൈസേഷനിൽ ഒരു പ്രൊഡക്റ്റ് ഉണ്ടാകും, അതിന്റെ നെഗറ്റീവ് ഇമ്പാക്റ്റ് ഒന്നും എൻവയോൺമെന്റിൽ ഉണ്ടാവാൻ പാടില്ല അല്ലെ. ബാഡ് ഇമ്പാക്റ്റ് ഒന്നും ഉണ്ടാവാൻ പാടില്ല, എല്ലാം പോസിറ്റീവ് ആയിട്ടുള്ള കാര്യങ്ങളെ ഉണ്ടാവാൻ പാടുള്ളൂ. ദാറ്റ് മീൻസ് മെയിൻ ആയിട്ട് ഇവർ എയിം ചെയ്യുന്നത് എൻവയോൺമെന്റ്. EMS എന്ന് പറയുന്നത് എന്തായിരുന്നു? എൻവയോൺമെന്റൽ മാനേജ്മെന്റ് സ്റ്റാൻഡേർഡ് എന്തായിരുന്നു? അതിന്റെ മെയിൻ എയിം എന്തായിരുന്നു? എൻവയോൺമെന്റൽ പൊല്യൂഷൻ കുറക്കുക, റെഡ്യൂസ് ചെയ്യാം. അപ്പൊ ഇവിടെയും ISO സ്റ്റാൻഡേർഡ് എന്തിനാണ് ഇങ്ങനെ ഒരു സ്റ്റാൻഡേർഡ് ഇവർ എസ്റ്റാബ്ലിഷ് ചെയ്യാനുള്ള കാരണം എന്താണ്? ഇതിന്റെ മെയിൻ എയിം എന്തായിരിക്കും? പറഞ്ഞേ, എന്തായിരിക്കും മെയിൻ എയിം? പറഞ്ഞോളൂ, അൺമ്യൂട്ട് ചെയ്തിട്ട് പറഞ്ഞോളൂ. എന്തായിരിക്കും ഇങ്ങനെ ഒരു സ്റ്റാൻഡേർഡ്? ഒരു കമ്പനിയിലെ പ്രൊഡക്റ്റിന് ഇങ്ങനെ ഒരു സ്റ്റാൻഡേർഡ്, ഇങ്ങനെ ഒരു ISO മാർക്ക് കൊടുക്കാനുള്ള റീസൺ എന്തായിരിക്കും? മെയിനായിട്ടും എൻവയോൺമെന്റിലുള്ള ബാഡ് ഇമ്പാക്ട്സ് കുറക്കുക, എൻവയോൺമെന്റൽ പൊല്യൂഷൻ കുറക്കുക, എൻവയോൺമെന്റിൽ ഇപ്പൊ ഗ്രീൻ ഹൗസ് ഗ്യാസസ് നമ്മൾ പറഞ്ഞു കഴിഞ്ഞു, ഡീറ്റെയിൽഡ് ആയിട്ട് പറഞ്ഞു. ഇങ്ങനെയുള്ള ഗ്യാസസിന്റെ എമിഷൻസ് കുറക്കുക. ഈ ഒരു പ്രൊഡക്റ്റ് കാരണം എൻവയോൺമെന്റിൽ യാതൊരു വിധത്തിലുള്ള പൊല്യൂഷൻസും ഉണ്ടാവാൻ പാടില്ല. അങ്ങനെയുള്ള ഒരു ട്രേഡ് മാർക്ക്, അങ്ങനെയുള്ള ഒരു മാർക്കാണ്, അങ്ങനെയൊരു സ്റ്റാൻഡേർഡാണ് ISO സ്റ്റാൻഡേർഡ്. ഓക്കെ, ഒരു ഓർഗനൈസേഷന് കൊടുക്കുന്ന സ്റ്റാൻഡേർഡ്, ഇന്റർനാഷണലൈസ്ഡ് സ്റ്റാൻഡേർഡാണ് ISO സ്റ്റാൻഡേർഡ്, International Organization for Standardization. Environment, surrounding in which an organization operates, including air, water, land, natural resources, human and their interrelation. Okay, അപ്പൊ എല്ലാ തരത്തിലും ഇപ്പൊ എയർ പൊല്യൂഷൻ, വാട്ടർ പൊല്യൂഷൻ, ലാൻഡ് പൊല്യൂഷൻ, നാച്ചുറൽ റിസോഴ്സിന്റെ കൺസംഷൻ, ഹ്യൂമൻസിന് അത് ഏത് തരത്തിലുള്ള ബാഡ് ഇമ്പാക്ട്സ് ഉണ്ടാവുന്നുണ്ട്, ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ കുറക്കുക, റെഡ്യൂസ് ചെയ്യുക. ഈ ഒരു എയിമിലാണ് ഇങ്ങനെ ഒരു സ്റ്റാൻഡേർഡ് ഒരു പ്രൊഡക്റ്റിന് അവർ ഇംപ്ലിമെന്റ് ചെയ്തത്. Okay, then ISO 14001 is an internationally agreed standard that sets out the requirements for an environment management system. ഈ ISO 14001 എന്ന് പറയുന്നത് ഇന്റർനാഷണലി അഗ്രീഡ് സ്റ്റാൻഡേർഡ് ആണ്. കുറെ പേര് ഇങ്ങനെ ലെഫ്റ്റ് ആവുന്നുണ്ടല്ലോ. ഇനി അറ്റൻഡൻസ് എടുക്കുന്ന സമയത്ത് മാത്രം കയറി വന്നാലും ഞാൻ അറ്റൻഡൻസ് തരില്ല. എത്ര പേരാണ് ഇങ്ങനെ ലെഫ്റ്റ് ആവുന്ന മീറ്റിംഗിന്? ഇപ്പം തന്നെ 3 പേരെങ്ങാനും പോയി. Anyway, ISO 14001 is an internationally agreed standard that sets out the requirements for an environmental management system. It helps organizations to improve their environmental performance through more efficient use of resources and reduction of waste, gaining a competitive advantage and trust of stakeholders. Okay, ISO 14001 എന്ന് പറയുന്നത് ഒരു internationally agreed standard ആണ്. ഇപ്പം ഇത് കൊടുക്കുന്നത് എന്താണ്? എൻവയോൺമെന്റൽ മാനേജ്മെന്റ് സിസ്റ്റം EMSന്റെ അണ്ടറിലാണ്. ഈ EMSന്റെ അണ്ടറിലാണ് ഇങ്ങനെ ഒരു സ്റ്റാൻഡേർഡ് എസ്റ്റാബ്ലിഷ് ചെയ്തത്. അതായത് EMS മെയിൻറ്റെയിൻ ചെയ്യുന്ന എൻവയോൺമെന്റൽ മാനേജ്മെന്റ് സിസ്റ്റം എന്ന് പറയുന്ന ഒരു ഫ്രെയിംവർക്ക് മെയിൻറ്റെയിൻ ചെയ്യുന്ന എല്ലാ ഇൻഡസ്ട്രിക്കും, എല്ലാ ഓർഗനൈസേഷനിലെ പ്രൊഡക്റ്റിനും ഈ ഒരു സ്റ്റാൻഡേർഡ് അവർ കൊടുക്കുന്നുണ്ട്. ഓക്കെ, ഇറ്റ് ഹെൽപ്സ് ഓർഗനൈസേഷൻ ടു ഇംപ്രൂവ് ദ എൻവയോൺമെന്റൽ പെർഫോമൻസ് through more efficient use of resources. ഇപ്പൊ ഇങ്ങനെ ഒരു സ്റ്റാൻഡേർഡ് അവർ ഇംപ്ലിമെന്റ് ചെയ്തത് കാരണം
നമ്മളെ നാച്ചുറൽ റിസോഴ്സ് ഒക്കെ അല്ലെ, നാച്ചുറൽ റിസോഴ്സ് പറഞ്ഞു. സസ്റ്റൈനബിൾ എഞ്ചിനീയറിംഗിന്റെ സസ്റ്റൈനബിലിറ്റി മെയിൻറ്റെയിൻ ചെയ്യാനുള്ള മെയിൻ ഫാക്ട് എന്തായിരുന്നു? നാച്ചുറൽ റിസോഴ്സസ് നമ്മൾ ആവശ്യത്തിന് മാത്രം യൂസ് ചെയ്യാം. ഇങ്ങനെ ഒരു ISO സ്റ്റാൻഡേർഡ് എസ്റ്റാബ്ലിഷ് ചെയ്തത് കാരണം ഓവറായിട്ട് എക്സ്പോസ് ചെയ്ത നാച്ചുറൽ റിസോഴ്സസ് ഒക്കെ അതിന്റെ ആവശ്യത്തിന് മാത്രം യൂസ് ചെയ്യാം. റിഡക്ഷൻ ഓഫ് വേസ്റ്റ് റെഡ്യൂസ് ചെയ്യാം. ഗെയിനിങ് എ കോമ്പറ്റീറ്റീവ് അഡ്വാൻറ്റേജ് ഇൻട്രസ്റ്റ് ഓഫ് സ്റ്റേക്ക് ഹോൾഡേഴ്സ്. ഓക്കെ, ദെൻ ISO 14001 എൻവയോൺമെന്റൽ മാനേജ്മെന്റ് സിസ്റ്റത്തിന്റെ കുറച്ച് ഡിസ്ക്രിപ്ഷൻ ആണ്. ISO 14001 Environmental Management System (EMS) is a systematic framework to manage the immediate and long-term environmental impacts of organizations' product, service, and processes. By completing ISO 14001 certification, your organization can assure stakeholders that your environmental management system meets international industry-specific environmental standards. ഇങ്ങനെ ഒരു ISO 14000 സർട്ടിഫിക്കേഷൻ നമുക്ക് കിട്ടിക്കഴിഞ്ഞാൽ ഒരു പ്രോഡക്റ്റിന്, ഒരു ഓർഗനൈസേഷനിലെ ഒരു പ്രോഡക്റ്റിന് ISO 40001 സർട്ടിഫിക്കേഷൻ കിട്ടിക്കഴിഞ്ഞാൽ അതിന്റെ മീനിങ് എന്താണ്? അവർ EMSന്റെ അണ്ടറിൽ EMS എൻവയോൺമെന്റൽ മാനേജ്മെന്റ് സിസ്റ്റം മാനേജ്മെന്റ് സ്റ്റാൻഡേർഡ്സ് മെയിൻറ്റെയിൻ ചെയ്തു പോകുന്ന ഒരു പ്രൊഡക്റ്റ് ആണ് അല്ലെ. അത് ഒരു ഇന്റർനാഷണൽ ഇൻഡസ്ട്രിയിൽ എൻവയോൺമെന്റൽ മാനേജ്മെന്റ് സിസ്റ്റം ആൻഡ് മാനേജ്മെന്റ് സ്റ്റാൻഡേർഡ് മെയിൻറ്റെയിൻ ചെയ്ത് പോകുന്ന ഒരു പ്രൊഡക്റ്റ് ആണ് എന്നുള്ളൊരു സർട്ടിഫിക്കേഷൻ ആണ് അവർക്ക് കിട്ടുക. ദെൻ ISO 14001 environmental certification provides a framework for environmental management best practice to help organizations points minimize their environmental footprint. Environmental footprint കുറക്കാൻ കഴിയും. എന്തായിരുന്നു environmental footprint? നിവേദ്യ അൺമ്യൂട്ട് ചെയ്ത് പറഞ്ഞേ, എന്തായിരുന്നു environmental footprint? പറഞ്ഞോളൂ. നിവേദ്യ ഓഡിബിൾ അല്ലേ? മിസ്. പറഞ്ഞോളൂ, എന്തായിരുന്നു എൻവയോൺമെന്റൽ ഫുട് പ്രിന്റ്? നമ്മൾ കാർബൺ ഫുട് പ്രിന്റ് എന്തായിരുന്നു? കാർബണിന്റെ എമിഷൻ കുറച്ചിട്ട് എമിഷൻ കുറക്കാൻ വേണ്ടി മിനിമൈസ് ദർ എൻവയോൺമെന്റൽ ഫുട് പ്രിന്റ് എന്ന് പറഞ്ഞാൽ കാർബണിന്റെ എമിഷൻ കുറക്കാൻ വേണ്ടി. ഓക്കെ, കാർബൺ ഫുട് പ്രിന്റ് എന്തായിരുന്നു? amount of carbon dioxide released into atmosphere. വെരി ഗുഡ്. നമ്മൾ കാർബൺ ഡൈ ഓക്സൈഡിന്റെ എത്രമാത്രം കാർബൺ ഡൈ ഓക്സൈഡ് എൻവയോൺമെന്റിലേക്ക് എമിറ്റ് ചെയ്യപ്പെടുന്നു എന്നുള്ള ക്വാണ്ടിറ്റി ആയിരുന്നു ഫുട് പ്രിന്റ് അല്ലെ. അപ്പോൾ ഈ ഒരു ISO 14001 സർട്ടിഫിക്കേഷൻ കിട്ടുന്നത് കാരണം അത് മിനിമൈസ് ദർ എൻവയോൺമെന്റൽ ഫുട് പ്രിന്റ് മിനിമൈസ് ചെയ്യാൻ, കാർബൺ ഡൈ ഓക്സൈഡിന്റെ എമിഷൻ കുറക്കാൻ വേണ്ടിയിട്ട് ഹെൽപ്പ് ചെയ്യും. കാർബൺ ഡൈ ഓക്സൈഡിന്റെ എമിഷൻ കുറക്കുന്ന എൻവയോൺമെന്റൽ പൊല്യൂഷൻ റെഡ്യൂസ് ചെയ്യാം. Okay, diminish the risk of pollution incidents, then provide operational improvements, ensure compliance with relevant environmental legislation, develop the business in sustainable manner. ഇതിന്റെ ഓവറോൾ ഇതിന്റെ എയിം എന്ന് പറഞ്ഞാൽ ഒരു സസ്റ്റൈനബിലിറ്റി ക്രിയേറ്റ് ചെയ്യാം. ഇപ്പൊ ഇങ്ങനെ ഒരു ISO 14001 സ്റ്റാൻഡേർഡ് ഒരു പ്രൊഡക്റ്റിന് കിട്ടുന്നത് കാരണം കുറച്ച് ബെനിഫിറ്റ്സ് ഉണ്ട്. മിനിമൈസ് ദർ എൻവയോൺമെന്റൽ ഫുട് പ്രിന്റ്, ഡിമിനിഷ് ദ റിസ്ക് ഓഫ് പൊല്യൂഷൻ ഇൻസിഡൻസ്, പ്രൊവൈഡ് ഓപ്പറേഷണൽ ഇംപ്രൂവ്മെന്റ്സ്, ensure compliances with relevant environmental legislation, and develop their business in a sustainable manner. Then detailed ആയിട്ട് ISO 14001-2000 framework ന്റെ benefits നോക്കാം. Identify the cost savings with greater emphasis on resource, waste and energy management. ഒരു important point ആണ് കേട്ടോ. Identify the cost savings with greater emphasis on resource, waste and energy management. നമ്മൾ പറഞ്ഞു കഴിഞ്ഞു. Develop corporate image and credibility. Quantify, monitor and control the impact of operations on the environment now and in the future. Quantity, monitor and control the impact of operations on the environment now and in the future. അത് വെരി വെരി ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു പോയിന്റ് ആണ്. ഈ ISO ട്രേഡ് മാർക്ക് കൊടുക്കുന്നത് കാരണം
അതിന്റെ ബെനിഫിറ്റ്സ് ആണ് പറയുന്നത്. ക്വാണ്ടിഫൈ, മോണിറ്റർ ആൻഡ് കൺട്രോൾ ദി ഇമ്പാക്ട് ഓഫ് ഓപ്പറേഷൻസ് ഓൺ ദി എൻവയോൺമെന്റ്. നമ്മൾ എൻവയോൺമെന്റിൽ ഉണ്ടാവുന്ന, ഞാൻ പറഞ്ഞു, നെഗറ്റീവ് ഇമ്പാക്ട്സ് അല്ലെ, നെഗറ്റീവ് ഇമ്പാക്ട്സ് കൺട്രോൾ ചെയ്യാൻ പറ്റും നമുക്ക്. ഇപ്പം അറ്റ് പ്രസന്റ് സിറ്റുവേഷനിൽ മാത്രമല്ല, ഫ്യൂച്ചർ ജനറേഷനിലേക്കും കൂടിയിട്ട് ഈ ഒരു ട്രേഡ് മാർക്ക്, ഈ ഒരു സ്റ്റാൻഡേർഡ് കൊടുക്കുന്നത് കാരണം എൻവയോൺമെന്റിൽ ഉണ്ടായിരുന്ന നെഗറ്റീവ് ഇമ്പാക്ട്സ് ഒക്കെ കൺട്രോൾ ചെയ്യാൻ പറ്റും. പിന്നെ നാച്ചുറൽ റിസോഴ്സസിന്റെ യൂസ് അത് കുറക്കുക. ദെൻ വേസ്റ്റ് മാനേജ്മെന്റ് നമ്മൾ കൺട്രോൾ ചെയ്യാൻ പറ്റും. വേസ്റ്റ് കൂടുതലായിട്ട് ഡംപ് ചെയ്യുന്നതൊക്കെയുള്ള കാര്യങ്ങൾ കൺട്രോൾ ചെയ്യാൻ പറ്റും. എനർജി മാനേജ്മെന്റ് ഉണ്ടാവും. ദെൻ എൻഷുർ ലെജിസ്ലേറ്റീവ് അവയർനെസ് ആൻഡ് കംപ്ലയൻസസ്, ഇംപ്രൂവ് എൻവയോൺമെന്റൽ പെർഫോമൻസ് ഓഫ് സപ്ലൈ ചെയിൻ, protect the company assets, shareholders and directors, potentially decrease public liability insurance cost for your organization, grow your access to business partner and potential customers. The points ഓർത്ത് വെക്കണം കേട്ടോ. അതിന്റെ മെയിൻ ബെനിഫിറ്റ്സ് എന്തൊക്കെയാണ്? ഐഡന്റിഫൈ കോസ്റ്റ് സേവിങ്സ്. നിങ്ങളെ ക്വസ്റ്റ്യനെ ഡിപ്പെൻഡ് ചെയ്തിട്ട് ആൻസർ ചെയ്താൽ മതി. ഇപ്പൊ ഒരു 8 മാർക്കിന്റെ ക്വസ്റ്റ്യൻ ഒക്കെ ആണെങ്കിൽ ചിലത് 16 മാർക്സിന് തന്നെ വലിയ എസ് ഉണ്ടാവും. ഓക്കെ, ഓർ നിങ്ങൾ യൂണിവേഴ്സിറ്റി ക്വസ്റ്റ്യൻ എന്ന് പറയുന്നത് 14 മാർക്സിനായിരിക്കും. ഒരു എസ് എ ക്വസ്റ്റ്യൻ എന്ന് പറഞ്ഞാൽ 14 മാർക്സ്. അപ്പൊ അതിന് നിങ്ങൾക്ക് ഇത് ഡീറ്റെയിൽഡ് ആയിട്ട് തന്നെ എഴുതാം. ഇപ്പം ഈ ഒരു എക്സാമിന്, സീരീസ് എക്സാമിന് 8 മാർക്സിന്റെ ക്വസ്റ്റ്യൻ ആണ്. അപ്പം അതിനനുസരിച്ച് ഇപ്പൊ ഒരു 5 ഇതിൽ കണ്ട് 8 പോയിന്റ്സിന്, അപ്പൊ 8 പോയിന്റ്സിന് ഒരു നല്ല മൈന്യൂട്ട് ആയിട്ട് ജസ്റ്റ് ഒന്ന് ഡിസ്ക്രൈബ് ചെയ്താൽ മാത്രം മതി. കൂടുതലായിട്ട് വാരി വലിച്ച് എഴുതണ്ട, ജസ്റ്റ് ഒന്ന് ഡിസ്ക്രൈബ് ചെയ്യാം. ഓക്കെ, ബ്രീഫ്ലി ഒന്ന് എക്സ്പ്ലെയിൻ ചെയ്താൽ മാത്രം മതി. അപ്പൊ ഈ പോയിന്റ്സ് ഓർത്തു വെക്കുക. ബെനിഫിറ്റ്സ്: ഐഡന്റിഫൈ കോസ്റ്റ് സേവിങ്സ് വിത്ത് ഗ്രേറ്റർ എംഫസൈസ് ഓൺ റിസോഴ്സ്, സ്പേസ് ആൻഡ് എനർജി മാനേജ്മെന്റ്, develop corporate image and credibility, quantify, monitor, control the impact of operations on the environment now and in the future. That is important point. Ensure legislative awareness and compliance, improve environmental performance of supply chain, protect the company assets, shareholders and directors, potentially decrease public liability insurance costs for your organization, grow your access to business partners and potential customers. Then same points തന്നെയാണ്. ബെനിഫിറ്റ്സ് ഓഫ് ISO 14001 സർട്ടിഫിക്കേഷൻ. ആ പോയിന്റ്സ് തന്നെയാണ്, ജസ്റ്റ് ഒന്ന് ഫിഗറൈസ് ചെയ്ത് പറഞ്ഞേ ഉള്ളൂ കേട്ടോ. Then അടുത്ത കുറച്ച് ലിസ്റ്റ് ഓഫ് ബെനിഫിറ്റ്സ് ഉണ്ട്. Demonstrates compliance with statutory and regulatory requirements, improvements in overall environmental performance and compliance, increased leadership involvement and engagement of employees, provide a framework for using pollution prevention practices to meet EMS objectives. That is very very important point. Provide a framework for using pollution prevention practices to meet EMS objectives. Environmental management systemത്തിന്റെ ഒബ്ജക്റ്റീവ് അറ്റൈൻ ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മൾ എന്തൊക്കെ ചെയ്യണം? പൊല്യൂഷൻ എൻവയോൺമെന്റൽ പൊല്യൂഷൻ കുറക്കത്തക്ക വിധത്തിൽ കാര്യങ്ങൾ നടക്കും. അതാ ഇതിന്റെ ഒരു മെയിൻ ആയിട്ടുള്ള ഒരു ബെനിഫിറ്റ് ആണ് അല്ലെ. EMS മെയിൻറ്റെയിൻ ചെയ്യാം. എൻവയോൺമെന്റൽ മാനേജ്മെന്റ് സിസ്റ്റത്തിൽ പറയുന്ന ആ ക്രൈറ്റീരിയ മെയിൻറ്റെയിൻ ചെയ്തുകൊണ്ട് നമുക്ക് ഒരു എൻവയോൺമെന്റൽ പൊല്യൂഷൻ ഇല്ലാതെ മൂവ് ചെയ്യാൻ പറ്റും. പിന്നെ പോസിറ്റീവ് ഇമേജ് ഓൺ എൻവയോൺമെന്റൽ ഇഷ്യൂസ് വിച്ച് അട്രാക്ട്സ് ന്യൂ കസ്റ്റമേഴ്സ് ആൻഡ് ബിസിനസ് പാർട്ട്നേഴ്സ് അല്ലെ. പോസിറ്റീവ് ഇമേജ് ഓൺ എൻവയോൺമെന്റൽ ഇഷ്യൂസ്, നമ്മളെ എൻവയോൺമെന്റൽ ഉണ്ടാകുന്ന ഇഷ്യൂസിന് നമുക്ക് പുതിയതായിട്ട് വരുന്ന ആൾക്കാർ, പുതിയതായിട്ട് വരുന്ന ന്യൂ കസ്റ്റമേഴ്സിനും പുതിയ ബിസിനസ് പാർട്ട്നേഴ്സിനും അത് ഒരു പോസിറ്റീവായിട്ട് എടുക്കാൻ പറ്റും എൻവയോൺമെന്റൽ ഇഷ്യൂസിന്. ഇപ്പൊ എൻവയോൺമെന്റൽ ഇഷ്യൂസിനെ കൺട്രോൾ ചെയ്യണം, റെഡ്യൂസ് ചെയ്യണം എന്നുള്ള അവയർനെസ് പുതിയ തലമുറക്ക് കൂടി കിട്ടും. അത് ഇതിന്റെ ഒരു വേറൊരു ബെനിഫിറ്റ് ആണ്. Then another, transfer of good practice to developing countries, tools for new economic players, regional integration, facilitate rise of services, sustainable business, technical support for regulation. ഇത് കുറെ ബെനിഫിറ്റ്സ് ലിസ്റ്റ് ചെയ്തിട്ടുണ്ട്. അപ്പൊ നിങ്ങൾക്ക് ഓർത്ത് വെക്കാൻ പറ്റുന്ന, ഇപ്പൊ നിങ്ങൾ എക്സാം, ഇറ്റ് ഡിപ്പെൻസ്, നിങ്ങൾ എക്സാമിന്റെ ക്വസ്റ്റ്യൻ അനുസരിച്ച് നിങ്ങൾക്ക് ഓർത്ത് വെക്കാൻ പറ്റുന്ന ബെനിഫിറ്റ്സ് നിങ്ങൾ ലിസ്റ്റ് ചെയ്താൽ മതി. ഓക്കെ, സ്ട്രാറ്റജിക് അപ്രോച്ച് ടു എൻവയോൺമെന്റൽ പെർഫോമൻസ്. അപ്പൊ നിങ്ങൾ ബെനിഫിറ്റ്സ് എഴുതുമ്പോൾ അത് എൻവയോൺമെന്റുമായിട്ട് റിലേറ്റ് ചെയ്ത ബെനിഫിറ്റ്സ് തന്നെയായിരിക്കണം അല്ലെ. നമ്മൾ ISO 14001 എന്ന് പറയുന്ന സ്റ്റാൻഡേർഡിൽ നിന്ന് റിലേറ്റ് ചെയ്യുന്ന എന്താണ്? എൻവയോൺമെന്റുമായിട്ട് റിലേറ്റ് ചെയ്ത് EMSന്റെ അണ്ടറിൽ വരുന്നത് സ്റ്റാൻഡേർഡൈസേഷൻ ആണ്.
അപ്പം ഇതിന്റെ ബെനിഫിറ്റ്സ് നിങ്ങൾ എയിം ചെയ്യേണ്ടത് എൻവയോൺമെന്റുമായിട്ട് റിലേറ്റ് ചെയ്യുന്ന ബെനിഫിറ്റ്സ് തന്നെ ലിസ്റ്റ് ചെയ്യാൻ ശ്രമിക്കുക. Okay. Strategic approach to environmental performance use vision and initiative helps to provide order and consistency in environmental performance. Less need for government command and control mode of regulation demonstrates reasonable care and due diligence, improved risk management. Then next, common language for dealing with customers and suppliers worldwide in B2B, increase efficiency and effectiveness, model of continual improvement, integrate with global economy, uniform base for industry sectors, qualify supplies for global supply chain. ഇതിൽ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള പോയിന്റ് എന്ന് പറയുന്നത് ഇൻക്രീസ് എഫിഷ്യൻസി ആൻഡ് എഫക്റ്റീവ്നെസ്, ദെൻ ഇന്റഗ്രേറ്റ് വിത്ത് ഗ്ലോബൽ എക്കണോമി. ഇത്ര ഇങ്ങനെയുള്ള പോയിന്റ്സ് ഒക്കെ നോട്ട് ചെയ്ത് വെക്കുക ബെനിഫിറ്റ്സ്. ദെൻ ISO 14001 സർട്ടിഫിക്കേഷൻ കിട്ടാനുള്ള പ്രോസസ്സ്. എന്തൊക്കെ പ്രോസസ്സിലേക്ക് കൂടി പോയാലാണ് ഈ ഒരു സർട്ടിഫിക്കേഷൻ നമുക്ക് കിട്ടുക? പ്രിലിമിനറി അസസ്മെന്റ്, ഒരു ഓർഗനൈസേഷനിലെ പ്രൊഡക്റ്റിന് കൊടുക്കുന്ന സർട്ടിഫിക്കറ്റ്, ആ സർട്ടിഫിക്കേഷൻ കിട്ടാനുള്ള പ്രോസസ്സ് അതാണ് പറയുന്നത്. പ്രിലിമിനറി അസസ്മെന്റ്, ഡോക്യുമെന്റ് റിവ്യൂ, ഇനീഷ്യൽ അസസ്മെന്റ്, മെയിൻ അസസ്മെന്റ്, ദെൻ സർട്ടിഫിക്കേഷൻ ഓർ രജിസ്ട്രേഷൻ, ലാസ്റ്റ് വൺ സർവൈലൻസ്. ഇത്രയും പോയിന്റ്സിലേക്ക് കൂടി, ഇത്രയും സ്റ്റെപ്സിലേക്ക് കൂടി പോയി കഴിഞ്ഞാൽ മാത്രമേ ഇങ്ങനെ ഒരു സർട്ടിഫിക്കേഷൻ കിട്ടുള്ളൂ. ആദ്യം പ്രിലിമിനറി അസസ്മെന്റ് ഉണ്ടാവും, ദെൻ അവരുടെ ഡോക്യുമെന്റ്, ഒരു പ്രൊഡക്റ്റിന്റെ അത് ഡോക്യുമെന്റേഷൻ ഉണ്ടാവുമല്ലോ, ഡോക്യുമെന്റേഷൻ റിവ്യൂ, ദെൻ ഇനീഷ്യൽ അസസ്മെന്റ്, ദെൻ മെയിൻ അസസ്മെന്റ്, ദെൻ സർട്ടിഫിക്കേഷൻ, രജിസ്ട്രേഷൻ, സർവൈലൻസ്. ഇത്രയും സ്റ്റെപ്സിലേക്ക് കൂടി പോയാലാണ് ഈ ഒരു സർട്ടിഫിക്കേഷൻ പ്രോസസ്സ് കംപ്ലീറ്റ് ചെയ്യാം. അതന്നെയാണ് പറഞ്ഞിട്ടുള്ളത്. Then why become ISO 14001 registered? Organizations are becoming increasingly concerned in achieving and demonstrating sound environmental performance, often delivering cost savings. Marketing tool shows customers, shareholders, vendors, etc. that you are a good corporate citizen. It is everyone's job to protect the environment, protect the land, the air and the water by preventing or reducing pollution. അപ്പം എന്തിനാണ് ഇങ്ങനെ ഒരു സർട്ടിഫിക്കേഷൻ, ഈ ഒരു രജിസ്ട്രേഷൻ നമ്മളൊരു പ്രൊഡക്റ്റിന് വാങ്ങുന്നത്? ഇതിന്റെ മെയിൻ ആയിട്ടുള്ള എയിം എന്താണ്? എന്തിനാണ് ഇത് വാങ്ങുന്നത്? ഇറ്റ് ഈസ് എവ്രി വൺസ് ജോബ് ടു പ്രൊട്ടക്ട് ദി എൻവയോൺമെന്റ്. നമ്മൾ ഓരോരാളുടെയും ഉത്തരവാദിത്തമാണ് നമ്മുടെ എൻവയോൺമെന്റിനെ പ്രൊട്ടക്ട് ചെയ്യുക എന്ന് പറയുന്നത്. പ്രൊട്ടക്ട് ദി ലാൻഡ്, ദ എയർ ആൻഡ് ദ വാട്ടർ ബൈ പ്രിവെന്റിങ് ഓർ റെഡ്യൂസിങ് പൊല്യൂഷൻ. പൊല്യൂഷൻ ഒന്ന് പ്രിവെന്റ് ചെയ്യാനും അല്ലെങ്കിൽ റെഡ്യൂസ് ചെയ്യാനും വേണ്ടിയിട്ട് നമ്മൾ എയർ, പ്രൊട്ടക്ട് വാട്ടർ, ഇങ്ങനെയുള്ള റിസോഴ്സസ് ഒക്കെ നമ്മൾ സംരക്ഷിക്കുക. ഇതിനൊക്കെ വേണ്ടിയിട്ടാണ് ഈ ഒരു സ്റ്റാൻഡേർഡൈസേഷൻ, ഈ ഒരു സർട്ടിഫിക്കേഷൻ കൊടുക്കുന്നത്. അപ്പം ഇതൊക്കെ നമുക്ക് മുഴുവനായിട്ടും പൂർണ്ണമായിട്ടും പോവാൻ, ഇപ്പോൾ അല്ലെങ്കിൽ സീറോ വേസ്റ്റ് കൺസെപ്റ്റ്, സീറോ ആക്കുക, അങ്ങനെ എൻവയോൺമെന്റൽ പൊല്യൂഷൻ ഒട്ടും ഇല്ലാത്ത അവസ്ഥയിലേക്ക് എത്തിക്കാൻ നമുക്ക് പറ്റണമെന്നില്ല. പക്ഷേ ഇങ്ങനെയുള്ള പൊല്യൂഷൻസ് നമുക്ക് ഈ ഒരു സ്റ്റാൻഡേർഡൈസേഷനൊക്കെ കൊടുക്കുക, EMS സ്റ്റാൻഡേർഡൈസേഷൻ, ഇങ്ങനെയുള്ള കാര്യങ്ങൾ, കാർബൺ ഫുട് പ്രിന്റ്, കാർബൺ ക്രെഡിറ്റ്, ഇങ്ങനെയുള്ള കാര്യങ്ങൾ ഇംപ്ലിമെന്റ് ചെയ്യുന്നത് കാരണം നമ്മുടെ എൻവയോൺമെന്റിലുള്ള പൊല്യൂഷൻ ഒരു പരിധിവരെ നമുക്ക് റെഡ്യൂസ് ചെയ്യാൻ പറ്റും, അല്ലേ? അപ്പൊ റെഡ്യൂസ് ചെയ്യാൻ വേണ്ടിയിട്ട് ഇങ്ങനെയുള്ള എൻവയോൺമെന്റൽ പൊല്യൂഷൻ, എൻവയോൺമെന്റിൽ ബാഡ് ഇമ്പാക്ട്സ് റെഡ്യൂസ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് ഈ ഒരു സർട്ടിഫിക്കേഷൻ കൊടുക്കുന്നത്. Then ISO 14001 management of environmental aspects you can control. Environmental ഉണ്ടാവുന്ന ആസ്പെക്ട്സ് നമുക്ക് കൺട്രോൾ ചെയ്യാൻ പറ്റും ഇങ്ങനെ സർട്ടിഫിക്കേഷൻ കൊടുക്കുന്നത് കാരണം. applicable for any organization interested in implementation. പിന്നെ ഈ ISO സർട്ടിഫിക്കേഷൻ എന്ന് പറയുന്നത് റെസ്ട്രിക്റ്റഡ് ആണ്. നിങ്ങൾക്ക് ഒരു ഓർഗനൈസേഷനിലുള്ള ഒരു പ്രൊഡക്റ്റിന് വേണ്ടിയിട്ട് അത് ഈ സർട്ടിഫിക്കേഷൻ വേണമെങ്കിൽ നിങ്ങൾ അപ്ലൈ ചെയ്താൽ മതി. അത് ഫോഴ്സ് ചെയ്തിട്ട് ആരും ഇങ്ങനെ ഒരു സർട്ടിഫിക്കേഷൻ കൊടുക്കുന്നില്ല, അല്ലേ? ഒരു പ്രൊഡക്റ്റിന് ഇങ്ങനെ ഒരു സർട്ടിഫിക്കേഷൻ വേണമെങ്കിൽ അത് നമുക്ക് വേണമെങ്കിലാണ് അപ്ലൈ ചെയ്യേണ്ടത്. ഇങ്ങനെ ആരും ഈ ഒരു സർട്ടിഫിക്കേഷൻ, ഇന്റർനാഷണൽ സർട്ടിഫിക്കേഷൻ ഫോഴ്സ് ചെയ്തിട്ട് ഇംപ്ലിമെന്റ് ചെയ്യുന്നില്ല. applicable for any organization interested in implementation. Okay, then standard
requirements meaning being optional. Tool to help you think green and be proactive. Management standard. അപ്പോൾ അതായത് നമ്മളെ എൻവയോൺമെന്റ് ഇപ്പം ഇത് പോയിന്റ് എന്ന് പറഞ്ഞാൽ ടൂൾ ടു ഹെൽപ്പ് യു തിങ്ക് ഗ്രീൻ ആൻഡ് പ്രോആക്റ്റീവ്. ടു ബി ഗ്രീൻ ആൻഡ് പ്രോആക്റ്റീവ്. ഈ ഉദ്ദേശിക്കുന്നത് ഇങ്ങനെ ഒരു സ്റ്റാൻഡർഡൈസേഷൻ കൊടുക്കുന്നതിന് കാരണം ഈ ഗ്രീൻ എന്ന് ഉദ്ദേശിക്കുന്നത് നമ്മളെ എൻവയോൺമെന്റിലുള്ള പൊല്യൂഷൻസ് റെഡ്യൂസ് ചെയ്യാം. ഓക്കെ. ദെൻ ISO 14001 ഇസ് നോട്ട്. അതിന്റെ കണ്ടന്റ്സ് അല്ലാത്ത കാര്യങ്ങളാണ്. റെഗുലേഷൻ ഓർ ലോ that shall be followed. One shoe fits all, requiring you to reach zero emissions, forcing you to disclose international compliance and results, product standard in place to make you look good or bad. The ISO 14001 benefit അല്ലാത്ത കാര്യങ്ങളാണ്. ദെൻ നിങ്ങൾ നോക്കേണ്ടത് ISO 14001 അവിടെ ഫസ്റ്റ് കോളം ഉണ്ടല്ലോ, അതാണ് അതിന്റെ ബെനിഫിറ്റ്സിൽ പറയുന്ന കാര്യങ്ങളാണ്. അതിന്റെ പോയിന്റ്സ് ആണ് ഓർത്ത് വെക്കേണ്ടത്. മറ്റേ ജസ്റ്റ് മെൻഷൻ ചെയ്തു എന്ന് മാത്രമേ ഉള്ളൂ. ദെൻ ISO 14001 സർട്ടിഫിക്കറ്റ്. ആ സർട്ടിഫിക്കറ്റിന്റെ ഒരു ഔട്ട്ലുക്ക് ആണ്. ഇങ്ങനെയാണ് ഒരു സർട്ടിഫിക്കറ്റ് ഉണ്ടാവുക, ഒരു പ്രൊഡക്റ്റിന് കൊടുക്കുന്ന സർട്ടിഫിക്കറ്റ്. ISO 14001 സർട്ടിഫിക്കറ്റിന്റെ ഒരു എക്സാമ്പിൾ ആണ്. Then ISO 14001, the basic principles: environmental policy, planning, implementation, monitoring and evaluation, review. 14001 ഇതിന്റെ ബേസിക് പ്രിൻസിപ്പിൾ 14,000 എന്നാണ് ഇതിലുള്ള. 14,000-നും 14,001-നും സെയിം തന്നെയാണ്. എൻവയോൺമെന്റൽ പോളിസി, ഒരു എൻവയോൺമെന്റൽ പോളിസി ഉണ്ടാവും. പിന്നെ പ്ലാനിങ്, പിന്നെ പ്ലാനിങ് ഉണ്ടാവും. പിന്നെ ഇത് ഇംപ്ലിമെന്റ് ചെയ്തതിന് ശേഷം മോണിറ്ററിങ്ങും ഇവാലുവേഷനും, ലാസ്റ്റ് റിവ്യൂ നടത്തും. ദെൻ സ്ട്രക്ചർ ഓഫ് ISO 14001. അപ്പൊ ആദ്യം ഒരു മാനേജ്മെന്റ്, ഇതിൽ ലാസ്റ്റ് പോയിന്റ് ആണ് മാനേജ്മെന്റ് റിവ്യൂ. ഫസ്റ്റ് പോയിന്റ് എന്ന് പറഞ്ഞാൽ എൻവയോൺമെന്റൽ പോളിസി. ഒരു എൻവയോൺമെന്റൽ പോളിസി ജനറേറ്റ് ചെയ്യാം. ദെൻ പ്ലാനിങ്, environmental aspects, legal and other requirements, objectives and targets, environmental management program. അപ്പോൾ environmental policy establish ചെയ്തതിന് ശേഷം ആദ്യം നമ്മൾ പ്ലാൻ ചെയ്യേണ്ട കാര്യങ്ങൾ എന്തൊക്കെയാണ്? എൻവയോൺമെന്റൽ ആസ്പെക്ട്സ്, എൻവയോൺമെന്റിൽ ഉണ്ടാകുന്ന ആസ്പെക്ട്സ് കാര്യങ്ങൾ എന്തൊക്കെയാണ്? നെഗറ്റീവ് ആയാലും പോസിറ്റീവ് ആയാലും അതിന്റെ ആസ്പെക്ട്സ് ഡീൽ ചെയ്യുക. ലീഗൽ ആൻഡ് അതർ റിക്വയർമെന്റ്സ്, ഒബ്ജക്റ്റീവ്സ് ആൻഡ് ടാർഗറ്റ്സ്, ഇങ്ങനെയുള്ള കാര്യങ്ങളാണ് എൻവയോൺമെന്റൽ മാനേജ്മെന്റ് പ്രോഗ്രാം. ഇങ്ങനെയുള്ള കാര്യങ്ങളാണ് പ്ലാനിംഗ് സെക്ഷനിൽ ഡീൽ ചെയ്യുന്നത്. ദെൻ ഇംപ്ലിമെന്റേഷൻ ആൻഡ് ഓപ്പറേഷൻ. അപ്പം ഈ കാര്യങ്ങൾ ഇംപ്ലിമെന്റ് ചെയ്യാം. ഇംപ്ലിമെന്റേഷൻ ആൻഡ് ഓപ്പറേഷൻ ആ സ്റ്റേജിൽ എന്തൊക്കെയാണുള്ളത്? സ്ട്രക്ചർ ആൻഡ് റെസ്പോൺസിബിലിറ്റി, ട്രെയിനിങ്, അവയർനെസ് ആൻഡ് കോമ്പിറ്റൻസ്, കമ്മ്യൂണിക്കേഷൻ, EMS documentation, document control, operational control, emergency preparedness and response. ഈ ഇംപ്ലിമെന്റേഷൻ പ്രോസസ്സിൽ ഇംപ്ലിമെന്റ് ചെയ്യുന്ന ആ പ്രോസസ്സിൽ ഉണ്ടാകുന്ന കാര്യങ്ങളാണ് സ്ട്രക്ചർ ആൻഡ് റെസ്പോൺസിബിലിറ്റി, ട്രെയിനിങ്, അവയർനെസ് ആൻഡ് കോമ്പിറ്റൻസ്, കമ്മ്യൂണിക്കേഷൻ, EMS documentation, document control, operational control, emergency preparedness and response. Then last, checking and corrective action. അപ്പോൾ ഈ ഇംപ്ലിമെന്റ് ചെയ്ത കാര്യങ്ങളിൽ എന്തെങ്കിലും കറക്റ്റീവ് ആക്ഷന്റെ ആവശ്യമുണ്ടോ, അങ്ങനെയുള്ള കാര്യങ്ങൾ ചെക്ക് ചെയ്യാം. മോണിറ്ററിംഗ് ആൻഡ് മെഷർമെന്റ്, മോണിറ്റർ ചെയ്യാം. നോൺ കൺഫോമൻസ്, കറക്റ്റീവ് ആക്ഷൻ, ഒബ്ജക്റ്റീവ്സ് ആൻഡ് ടാർഗറ്റ്സ്, EMS ഓഡിറ്റ്. ഈ കാര്യങ്ങളാണ് ഈ ചെക്കിംഗ് എന്ന് പറയുന്ന സ്റ്റേജിൽ നടക്കുന്നത്. ഇപ്പൊ നമ്മൾ എൻവയോൺമെന്റൽ പോളിസി എസ്റ്റാബ്ലിഷ് ചെയ്തു കഴിഞ്ഞു, ദെൻ പ്ലാൻ ചെയ്തതിന് ശേഷം ഈ പ്ലാനിങ്ങിലുള്ള കാര്യങ്ങളൊക്കെ ഇംപ്ലിമെന്റ് ചെയ്തതിന് ശേഷം നെക്സ്റ്റ് സ്റ്റേജ് എന്ന് പറയുന്നത് ഈ ട്രേഡ് മാർക്ക് കിട്ടുക, ഈ ISO 14001 എന്ന് പറയുന്ന സർട്ടിഫിക്കേഷൻ കിട്ടുന്നതിന്റെ പ്രോസസ്സാണ്. അപ്പൊ ഇംപ്ലിമെന്റ് ചെയ്തതിന് ശേഷം ചെക്കിംഗ് ആൻഡ് കറക്റ്റീവ് ആക്ഷൻ, ചെക്ക് ചെയ്ത് കറക്റ്റീവ് ആക്ഷൻ ഇംപ്ലിമെന്റ് ചെയ്യാനുണ്ടോ നോക്കുക. അപ്പൊ അങ്ങനെ ഉണ്ടെങ്കിൽ ഈ മോണിറ്റർ ചെയ്തിട്ട് കറക്റ്റീവ് ആക്ഷൻസ് കൊടുക്കുക. ദെൻ മാനേജ്മെന്റ് റിവ്യൂ, ലാസ്റ്റ് റിവ്യൂ നടത്തുക. ഇതാണ് ഒരു സ്ട്രക്ചർ ഓഫ് ISO 14001. ദെൻ നമ്മൾ പറഞ്ഞു PDCA സൈക്കിൾ അല്ലെ.
ഈ PDCA സൈക്കിൾ എന്ന് പറയുന്നത് എൻവയോൺമെന്റൽ മാനേജ്മെന്റ് സിസ്റ്റത്തിന്റെ അണ്ടറിൽ പോകുന്ന കാര്യമാണ്. എൻവയോൺമെന്റൽ മാനേജ്മെന്റ് സിസ്റ്റം EMS കൺട്രോൾ ചെയ്യുന്നത്, അത് മെയിൻറ്റെയിൻ ചെയ്യുന്നത് ഈ ഒരു സൈക്കിളിൽ കൂടിയാണ്. ചെക്ക് ആക്ട് PDCA സൈക്കിൾ. ഓക്കെ, അപ്പം EMSന്റെ അണ്ടറിൽ തന്നെയാണ് ഈ ISO 14001. അപ്പം ഈ ISO 14001 ആക്ച്വലി ഫോളോ ചെയ്യുന്ന സൈക്കിൾ എന്ന് പറയുന്നത് ഈ പ്ലാൻ ഡു ചെക്ക് ആക്ട് ആണ്. ഈ ആദ്യം പറഞ്ഞ നമ്മൾ ഈ സ്ട്രക്ചർ ഓഫ് ISO എന്ന് പറയുന്നതും ഇതൊരു സൈക്കിൾ തന്നെയാണ്. എൻവയോൺമെന്റൽ പോളിസി, ദെൻ പ്ലാനിങ്, ഇംപ്ലിമെന്റേഷൻ ആൻഡ് ഓപ്പറേഷൻ, ചെക്കിംഗ് ആൻഡ് കറക്റ്റീവ് ആക്ഷൻ, ലാസ്റ്റ് മാനേജ്മെന്റ് റിവ്യൂ. വീണ്ടും സൈക്കിളിലേക്ക് തന്നെയാണ് പോവുക. അപ്പൊ അതിന്റെ ഈ സൈക്കിൾ ഫോളോ ചെയ്യുന്നതിന്റെ മെയിൻ ആയിട്ടുള്ള ഈ കണ്ടന്റ് വന്നത് എവിടെ നിന്നാണ്? എൻവയോൺമെന്റൽ മാനേജ്മെന്റ് സിസ്റ്റത്തിന്റെ അണ്ടറിലുള്ള PDCA സൈക്കിൾ നിന്നാണ് ഇത് എസ്റ്റാബ്ലിഷ് ചെയ്തത്. ഓക്കെ, ഓഡിബിൾ ആണല്ലോ? ഓക്കെ, ദെൻ ഫ്രെയിംവർക്ക് ഓഫ് ISO. ISOന്റെ ഫ്രെയിംവർക്ക് ആണ്. the context of organization, then leadership, പറഞ്ഞല്ലോ, പ്ലാനിങ്, സപ്പോർട്ട്, ഓപ്പറേഷൻ, പെർഫോമൻസ് ഇവാലുവേഷൻ, then ഇംപ്രൂവ്മെന്റ്. ഇത് ഇപ്പൊ ഞാൻ പറഞ്ഞ തൊട്ട് മുന്നേ പറഞ്ഞില്ലേ സ്ട്രക്ചർ, അതിന്റെ ഫിഗറൈസ് ചെയ്ത് പറഞ്ഞു മാത്രമേ ഉള്ളൂ കേട്ടോ. then ഇതിലുള്ള മെയിൻ പോയിന്റ്സ്. Environmental policy. A sound environmental policy reflects the commitment of management in matters relating to environmental issue. Okay, then planning. Planning of EMS for audit requires that the system should be in the form of written plan or manual giving detail of work and procedure. Then implementation. Management of human, financial and natural resources, motivation for action, responsibilities, documentation, operational control, records and management of information. ഒക്കെയാണ് ഈ ഫ്രെയിംവർക്കിലെ പോയിന്റ്സ് ആണ്. ഒന്നും ജസ്റ്റ് നോട്ട് ചെയ്ത് നോക്കുക. ദെൻ മോണിറ്ററിംഗിലെ EMS ഡിമാൻഡ്സ്, മെക്കാനിസം ഫോർ മെഷറിംഗ് പെർഫോമൻസ് ആൻഡ് ഇവാലുവേഷൻ ഫോർ which a process has to be evolved that involves testing and verification. മോണിറ്ററിംഗിലെ പോയിന്റ് ടെസ്റ്റിംഗ് ആൻഡ് വെരിഫിക്കേഷൻ ആണ്. ലാസ്റ്റ് റിവ്യൂ. But review stage, the organization has to think in terms of continual improvements of environmental performance. Issue to be discussed in the process of reviews are suitability of environmental policy, recommendations of audit report, new regulations, interest of stakeholders, public awareness and pressures. ഇത്രയും പോയിന്റ്സ് ആണ് ഫ്രെയിംവർക്കിലുള്ളത്. ഫ്രെയിംവർക്കിലുള്ള ഈ പോയിന്റ്സ് ഒക്കെ ജസ്റ്റ് നോട്ട് ചെയ്ത് നോക്കുക. അപ്പൊ നമ്മുടെ സർട്ടിഫിക്കേഷൻ ജസ്റ്റ് ഒന്നുകൂടെ ഒന്ന് റിവ്യൂ ചെയ്യാം. പറഞ്ഞു ISO 14001-2015 ലോഗോ പറഞ്ഞു. പിന്നെ അതിന് ഹിസ്റ്ററി. ഈ ISO സ്റ്റാൻഡേർഡ് വന്നത് 92 സ്റ്റാർട്ട് ചെയ്തു, 92 പിന്നെ അതിന്റെ റിവൈസ്ഡ് 93 വന്നു, ദെൻ 96, ദെൻ 2004 അടുത്ത് വന്നത്. ISO 14001 എസ്റ്റാബ്ലിഷ് ചെയ്തത് 96 അതിന്റെ റിവൈസ്ഡ് 2004 വന്നു. ഇപ്പൊ ലേറ്റസ്റ്റ് ആയിട്ട് 2015 ഫ്രെയിംവർക്ക് വന്നു. പിന്നെ അതിന്റെ ഓർത്തോക്ക ഇന്റർനാഷണൽ ഓർഗനൈസേഷൻ ഫോർ സ്റ്റാൻഡേർഡൈസേഷൻ ആണ് ഇതിന്റെ എക്സ്പാൻഷൻ. ഇപ്പം എന്തിനാണ് സ്റ്റാൻഡേർഡ് ഇങ്ങനെ ഒരു ISO സ്റ്റാൻഡേർഡ് നമ്മൾ ഒരു പ്രൊഡക്റ്റിന് അവൈലബിൾ ആവുന്നത്, അതിന്റെ റീസൺസ് നമ്മൾ പറഞ്ഞു. പിന്നെ ISO 14001 പോയിന്റ് എന്ന് പറയുന്നത് അത് അണ്ടർ EMS ആണ്. EMSന്റെ അണ്ടറിലാണ് ഇങ്ങനെ സർട്ടിഫിക്കേഷൻ കൊടുക്കുന്നത്. പിന്നെ ഇതിന്റെ ബെനിഫിറ്റ്സ് നമ്മൾ കുറെ ബെനിഫിറ്റ്സ് ലിസ്റ്റ് ചെയ്തു. ആ ബെനിഫിറ്റ്സ് നിങ്ങൾക്ക് ഓർത്ത് വെക്കുക. ഒരു 5 to 10 ബെനിഫിറ്റ്സ് നിങ്ങൾ ഓർത്ത് വെക്കണം. ഇതിന് ISO സർട്ടിഫിക്കേഷൻ കിട്ടുന്ന പ്രോസസ്സ്, ഏതൊക്കെ പ്രോസസ്സിലേക്ക് കൂടി പോയി കഴിഞ്ഞാലാണ് ഈ ഒരു സർട്ടിഫിക്കറ്റ് നമുക്ക് ഏൺ ചെയ്യാൻ പറ്റുക. എന്തിനാണ് ഇങ്ങനെ ഒരു സർട്ടിഫിക്കേഷന്റെ ആവശ്യം? അത് വളരെ മെയിൻ ആയിട്ടുള്ള വളരെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള പോയിന്റ് ആണ്. എൻവയോൺമെന്റിനെ പ്രൊട്ടക്ട് ദ ലാൻഡ്, ദ എയർ ആൻഡ് ദ വാട്ടർ ബൈ പ്രിവെന്റിംഗ് ഓർ റിഡ്യൂസിംഗ് പൊല്യൂഷൻ. ISOന്റെ ജസ്റ്റ് ഓവർവ്യൂ പറഞ്ഞു. ISO സർട്ടിഫിക്കേഷന്റെ
ഒരു എക്സാമ്പിൾ പറഞ്ഞു. ഇതിന്റെ പ്രിൻസിപ്പൾ ഓർത്ത് വെക്കണേ. എൻവയോൺമെന്റൽ പോളിസി, പ്ലാനിങ്, ഇംപ്ലിമെന്റേഷൻ, മോണിറ്ററിംഗ് ആൻഡ് ഇവാലുവേഷൻ. അതിന്റെ സ്റ്റേജസ്, അതിന്റെ സ്ട്രക്ചർ പറഞ്ഞു. ഈ പ്രിൻസിപ്പൾ ഫോളോ ചെയ്തിട്ടാണ് ഈ സ്ട്രക്ചർ വരുന്നത്. എൻവയോൺമെന്റൽ പോളിസി, പ്ലാനിങ്, ഇംപ്ലിമെന്റേഷൻ ആൻഡ് ഓപ്പറേഷൻ, ചെക്കിംഗ് ആൻഡ് കറക്റ്റീവ് ആക്ഷൻ, ദെൻ മാനേജ്മെന്റ്, റിവ്യൂ. ഈ ഫ്രെയിംവർക്കിലുള്ള പോയിന്റ്സ് പ്ലാനിങ്, ഇംപ്ലിമെന്റേഷൻ, മോണിറ്ററിംഗ്, റിവ്യൂ, അത് ജസ്റ്റ് ഓർത്ത് വെക്കുക. ഓക്കെ, നെക്സ്റ്റ് എന്താണ് നിങ്ങൾക്ക്? ഇൻട്രോ അല്ല മിസ്സേ. ഇൻട്രോ അല്ലേ? ഓക്കെ ഓക്കെ. അറ്റൻഡൻസ് ഞാൻ എടുക്കുന്നുണ്ട് കേട്ടോ. ഈ അറ്റൻഡൻസ് എടുക്കുന്ന സമയത്ത് നിങ്ങൾ ഇതിലില്ലെങ്കിൽ പിന്നെ എങ്ങനെയാ അറ്റൻഡൻസ് കിട്ടുക? ഈ ഇടക്കിടക്ക് എത്ര പേരാണ് ഇങ്ങനെ ക്ലാസ് കട്ട് ചെയ്ത് പോകുന്നത്? നെറ്റ്വർക്ക് പ്രോബ്ലം ആയിരിക്കും. ഒന്നത് പറയണം കേട്ടോ. ഓക്കെ, അപ്പം എക്സാമിന് എല്ലാവരും നന്നായിട്ട് എഴുതുക. 8 മാർക്കിന്റെ വെച്ചിട്ടുള്ള ക്വസ്റ്റ്യൻ ആണ് ഉണ്ടാവുക. 8 മാർക്സിന്റെ പാർട്ട് ബിയിൽ 8 മാർക്സിന് 2 ക്വസ്റ്റ്യൻ അറ്റൻഡ് ചെയ്യണം. ദെൻ പാർട്ട് സിയിലും 8 മാർക്സിന്റെ 2 ക്വസ്റ്റ്യൻ അറ്റൻഡ് ചെയ്യണം. ചോയ്സ് ഉണ്ടാവും നിങ്ങൾക്ക്. പാർട്ട് ബിയിൽ മൊഡ്യൂൾ 1-ലുള്ള ക്വസ്റ്റ്യൻസ് ആയിരിക്കും. 7 to 8 ക്വസ്റ്റ്യൻ മൊഡ്യൂൾ 1-ലായിരിക്കും. പാർട്ട് ബിയിൽ 7 to 8 ക്വസ്റ്റ്യൻ മൊഡ്യൂൾ 2-ലായിരിക്കും. ഓക്കെ ഓക്കെ മിസ്. ഓക്കെ, അപ്പൊ ടൈമായി നമുക്ക് വൈൻഡ് അപ്പ് ചെയ്യാം.